ഓക്കെ ഗൈസ് PPR കുറച്ചിട്ട് ISOയിൽ മറ്റേ ഇതിട്ട മോൾഡ് PPR എന്താടാ PPR അങ്കിനെ കുറിച്ച് അറിവുണ്ടെന്ന് ആൾക്കാർ വിചാരിച്ചോട്ടെ PPR ഓക്കെ ഗൈസ് TRS കേബിൾ ആയിട്ട് ഇതിന് ബന്ധമില്ല സ്വിച്ച് ചെയ്യുമ്പോൾ TRS കേബിൾ കുത്തണ്ടേ ഓഡിയോ ആണ് TRS കേബിൾ ക്യാമറ ആയിട്ട് ഇതിന് ബന്ധമില്ല സാറ്റ കേബിൾ കുത്തണ്ട USB ലൈറ്റിംഗ് വിവരമില്ലാത്ത കുറച്ചെണ്ണാണ് എന്റെ കൂടെ ഉള്ളത് ഞാൻ എന്ത് ചെയ്യണം ചാറ്റ് വേറെ വഴിയില്ല ഓക്കെ ഗൈസ് ഞാൻ പറഞ്ഞുതരാം ഞാൻ സ്പിൻ വീലിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് ഗെയിം അല്ല ഓക്കെ ഗെയിംസ് വേറെ കുറെ ഉണ്ട് ഗെയിംസിന്റെ സാധനങ്ങളിൽ എടുത്തിട്ടോ അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് എപ്പം ബാക്കിൽ ഉണ്ടാവും ഓക്കെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാല് ഈ സ്പിൻ വീലിൽ ഇങ്ങനെ കുറച്ച് ചാലഞ്ചുകൾ ഉണ്ടാവും ഓക്കെ ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ ഓക്കെ ഒന്ന് ജോളോ ചിപ്പ് ഒന്ന് കൂട്ടത്തല്ല് എന്ന് പറഞ്ഞാൽ ഈ സ്പിന്ന് ചെയ്തിട്ട് ഈ കൂട്ടത്തല്ലാന്ന് വരുന്നെങ്കിൽ ഈ സ്പിന്ന് ചെയ്യുന്ന ആളെ എല്ലാവരും കൂടിയിട്ട് അടിക്കണം ഈ സ്പിന്ന് ചെയ്യുന്ന ആൾക്ക് ആ പണിഷ്മെന്റ് കിട്ടും അപ്പൊ ഇതൊരിക്കലും ചെയ്യാതിരിക്കാൻ നോക്കും അല്ല സ്പിന്ന് നീ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് എന്നെ കൊണ്ട് സ്പിൻ ചെയ്യിപ്പിക്കും നീ തെറി വിളിച്ചാൽ നിന്നെ കൊണ്ട് സ്പിൻ ചെയ്യിപ്പിക്കും ഏത് പണിഷ്മെന്റാ കിട്ടുന്ന അത് എടുക്കണം പിന്നെ ഉള്ളതെന്ന് വെച്ചാല് കൂട്ടത്തല് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂട്ടി അടിക്കല് പിന്നെ വാക്സ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വാക്സ് ആ മാറ്റ സാധനം ഇടാം കാലിലോ ചെസ്റ്റിലോ അത് ഒട്ടിച്ചിട്ട് ഗൈസ് വേറെ അടുത്തത് ബെൽറ്റ് വെച്ച് കുണ്ടിക്കടി അതായത് നല്ല പ്രോപ്പർ ബെൽറ്റ് അതായത് നല്ല വേനുള്ള ബെൽറ്റ് എടുത്ത് കുണ്ടിക്ക് നല്ല വാറിൽ അടി ഓക്കെ അതാണ് പണിഷ്മെന്റ് പിന്നെ ഇത് അടിക്കുമ്പോൾ വായിലൊരു പീപ്പിളി ഉണ്ടാവും പിന്നെ നോ പണിഷ്മെന്റ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു രക്ഷപ്പെട്ട് പണിഷ്മെന്റ് ഇല്ല ഓക്കെ അങ്ങനെ അത് കിട്ടാൻ ചാൻസ് കുറവാണ് പിന്നെ 2 സ്പേസ് ബാക്കിയുണ്ട് ചാറ്റ് ഇതിപ്പോ മൊത്തം 8 ആണുള്ളത് ഇതിൽ 6 നമ്മൾ എഴുതിയിട്ടുള്ളൂ പണിഷ്മെന്റ് വേറെ ഒന്നും കിട്ടിയില്ല അല്ലെ ആരാന്നത് ഇതാക്കിയത് മൻസൂർക്ക ബാക്കി 2 കിട്ടിയില്ല 2 നമ്മളോട് ആഡ് ചെയ്യാനാ പറഞ്ഞത് പക്ഷെ നമുക്ക് ഐഡിയ ഒന്നും കിട്ടിയില്ല അപ്പൊ ചാറ്റിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇവിടെയും എഴുതാൻ വേണ്ടി എല്ലാവരും പറയാ പണിഷ്മെന്റ് പറ ചാറ്റ് പറ ഓക്കെ കിസ് മമ്മു എന്ന് പറഞ്ഞിട്ട് പണിഷ്മെന്റ് വരുന്നുണ്ട് അയ്യോ ഭയങ്കര ഭയങ്കര ഹാർഡ് പണിഷ്മെന്റ് ആണ് കിസ് മമ്മു അത് ഭയങ്കര പണിഷ്മെന്റ് അത് എഴുതിക്കോ നല്ല ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ ഷെയ്ക്കാ നട്ട് ഇതെല്ലാം എഴുതിയത് മാറും ശരിക്കും നല്ല എഴുതും കേട്ടോ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാണ് സ്ക്രീൻ അല്ല സ്വിച്ച് അല്ല ചുണ്ടത്താന്ന് ഇവനെ കിസ് ചെയ്യേണ്ടത് എല്ലാ ഫിലിപ്പങ്ങളെ നിങ്ങളെന്താ ഇവിടാ നിങ്ങൾ വന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും മിണ്ടിയിട്ടില്ല ഉറപ്പിക്കല്ലേ വന്ന ഇവനെ ഒരിക്കലും ഞാൻ കിസ് ചെയ്യൂല ഉറപ്പാന്ന് ഞാൻ കിസ് ചെയ്യൂല ഞാൻ വേറെ ചാലഞ്ച് എടുക്കും ഞാൻ അത്രയും ഭയങ്കര ഹാർഡ് ചാലഞ്ചാണ് ഞാൻ അറിയോ നല്ല കട്ടിക്ക് വന്ന ബാക്കിയുള്ള എല്ലാ ചാലഞ്ചും അങ്ങനത്തെ ആരായിരിക്കും ആ അധഭാഗ്യവാൻ എടാ ഷെയ്ക്കിന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയ സീനല്ലേ ഇതെനിക്ക് കട്ടിയാക്കും ഇത് ആദ്യം ഫസ്റ്റത്തെ ലെയർ വരുന്നത് ഇത് കഴിഞ്ഞിട്ട് അത് വേറെ വരക്കാം എന്നാലും ഇവന്റെ ചുണ്ടിലെങ്ങനെ ഉമ്മ കൊടുക്കും കിട്ടിക്കോട്ടെ നീ ഇവന്റെ തീട്ടപ്പല്ല തീട്ടപ്പല്ല ഇവന്റെ മുഖം തന്നെ ആലോചിക്കുമ്പോൾ കിസ് ചെയ്യാൻ തോന്നില്ല അന്നേരം ഇവന്റെ പല്ല് പോങ്ങോട്ട് ഞാൻ ഇപ്പൊ കാണിക്കുന്നു സ്ക്രീനിൽ കാണിക്കാത്തൊരു കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഡെയിലി ഇപ്പൊ എഴുതുന്നുണ്ട് ലെസൺസ് എല്ലാം എഴുതുന്നുണ്ട് നമുക്ക് സ്ട്രീമിംഗ് സ്കൂൾ തുടങ്ങണം അപ്പൊ അതിനുള്ള ലെസൺസ് ചാപ്റ്റേഴ്സ് അതിനുള്ള മൊത്തം സ്ട്രക്ചർ ഞാൻ എഴുതുന്നുണ്ട് ഇപ്പൊ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റാത്ത അതെല്ലാവരും ഞാൻ പറയാൻ നിൽക്കുക ഇപ്പൊ എനിക്ക് ഡെയിലി ലൈവ് ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എന്റെ കൂടുതൽ സമയം ഞാൻ എഴുതുന്നതാണ് ഇപ്പൊ കുറെ പേജുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഒരാളെ എങ്ങനെ ഒരു സ്ട്രീമർ ആക്കാന്നുള്ള മൊത്തം കാര്യങ്ങൾ ലെസൺസും ചാപ്റ്റേഴ്സും അതിൻ്റെ ഓരോ സ്ട്രക്ചറും ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ എഴുതി കൂട്ടാന്ന് മനസ്സിലാവും നമ്മൾ അടുത്തൊരു വലിയ മിഷനാണ് വരാൻ പോകുന്നത് അതിലേക്ക് എനിക്ക് കുറച്ച് സമയം വേണം എനിവേസ് ഡോക്ടർ പാട്ടിട്ടിട്ട് ഡാൻസ് ചെയ്യുക പെൺവേഷം പോലെ ഡാൻസ് ചെയ്യുക ഓക്കെ Okay, guys. Dub. അല്ല അതായത് ഈ പണിഷ്മെന്റ് കിട്ടുന്ന ആള് പെൺവേഷം കെട്ടിയിട്ട് ഫുള്ള് പെൺ മ്യൂസിക് വെച്ചിട്ട് ഗേ ഡാൻസ് കളിക്കട്ടെ അല്ല ചാറ്റ് അതും സ്ട്രീം തീരുന്നവരെ കളിക്കട്ടെ ഒരു 5 മിനിറ്റ് പോരെ ആ സ്ട്രീം മൊത്തം ആ വേഷം കെട്ടി ജീവിക്കട്ടെ എങ്ങനെയുണ്ട് ചാറ്റ് പ്രൊപ്പോസ് ബോയോ
അത് ശരിയാലോ, അത് നല്ല പറഞ്ഞത് ഒരു ബോയ് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഗേ ഫീലിംഗ് ഉണ്ടാവും. ഇവൻ എങ്ങനെ പറയണെന്നുള്ള സാധനം ഉണ്ടാവും. സീരിയസ് ആയിട്ട് പറയണം. നമ്മളെ ലൈവ് എന്തായാലും എല്ലാവരും കാണുന്നുണ്ടാവും. നമ്മളറിയുന്ന ആൾക്കാർ എന്തായാലും നമ്മളെ ലൈവ് കാണും. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. നമുക്ക് അടുപ്പുള്ള ആളോട് ചെല്ലാം ചോദിക്കണ്ടോ, വീടുള്ള ആളല്ലേ ഉള്ളൂ, പുറത്തുള്ള ആള് നമുക്ക് എത്ര ഓക്കെ ഓക്കെ എന്ന് ഇടുന്നുണ്ട്. അപ്പൊ അത് ഇടാല്ലേ, ഇവൻ പറഞ്ഞത് ഇടാല്ലേ. ഓക്കെ ബാ, അത് മതി അല്ലെങ്കിൽ ലാഗ് ആവും, കുറെ സമയം വേസ്റ്റ് ആവും. ബാ എഴുതിക്കോ, ഗേ ഡാൻസ്. അല്ലെങ്കിൽ ജാസി ഡാൻസ് ഇട്ടാ മതി. ഗേ ഡാൻസ് വിത്ത് കോസ്റ്റ്യൂം നദിക്കോ, ഗേ കോസ്റ്റ്യൂം ഡാൻസ് അങ്ങനെ നദിക്കോ. ഗേ കോസ്റ്റ്യൂം ഡാൻസ്, ഗേ കോസ്റ്റ്യൂം ഡാൻസ് അങ്ങനെ മതി. എന്ത് അതെന്താ അതെന്താ നീ എന്താ ആക്കുന്ന? ചിമ്പാൻസിനി ബനാനിനി, ചിമ്പാൻസിനി ബനാനിനി. അപ്പം ഗൈസ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. അല്ല ഗെയിം ആദ്യം സ്പിന്നാന്നോ വേറെ ഒരു ഗെയിം ഉണ്ടായിട്ടില്ലേ? നമുക്ക് കുറച്ച് ഗെയിം ഉണ്ട്. അപ്പൊ ഗെയിംസ് എടുത്തോ ആദ്യം. എനിവേസ് ഗൈസ് അപ്പൊ ഗെയിംസിലേക്ക് കടക്കാം. ആദ്യത്തെ ഗെയിം എന്താ? ഇത് ജാസിന്റെ ഗെയിം ഷോ ആണ്. ഇത് ഗൈസ് അപ്പൊ നമ്മള് ബേക്ക് സ്പിന്നിംഗ് ബോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ചലഞ്ചുകളാണുള്ളത്. അല്ല അത് കഴിഞ്ഞു, അതവിടെ എടുക്കട്ടെ. ഗെയിംസിലേക്ക് കടക്കാം. പിന്നെ ഗെയിംസ് വെച്ചാല് 1, 2, 3, 4, 5, 6, 7, 8 ഗെയിംസ് ഒന്നും ഒരു ലെവലിൽ കളിച്ചു തീർക്കാൻ പറ്റില്ല മോനെ. അപ്പൊ ആദ്യം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗെയിം പറയാം. ഓക്കെ, മെയിൻ ഗെയിം എന്ന് വെച്ചാൽ നമ്മള് റബ്ബർ കൊണ്ട് നടുപ്പുറം പൊളിക്കൽ ഗെയിം. പി വായിൽ സാധനം വെച്ചിട്ട് അതൊരു 1.5 ഗെയിമാ. സൗണ്ട് ലാഗ് അല്ലാ മോനെ. ലൈൻ കട്ട് ടെക്നിക്കൽ എറർ. അവിടെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. വേറൊരു സംഭവം ഉണ്ട്, ആ ചെറിയ 1 സെക്കൻഡാ, കുഴപ്പമില്ല. സൗണ്ട് കേൾക്കള്ള. അല്ല അത് വേറെയാ. നീ ഏതാ നോക്കുന്ന? അപ്പൊ ഇത് കേൾക്കൂലേ? എന്തൊരു മണ്ടനാടാ, കുറച്ചെങ്കിലും ഒരു ബുദ്ധി വെക്കണ്ടേ? ആരാടാ പറയുന്നത്? നിങ്ങൾ ഈ 3 പുട്ടും കുറ്റികളാണ് ഇവിടുത്തെ മെയിൻ ബുദ്ധിയില്ലാത്ത ടീം. ആ ഗെയിമിലേക്ക് ഓക്കെ, സ്ട്രീമിലേക്ക് ഓക്കെ പെട്ടെന്നോ. എടാ ജാസിയാണ് ആള്, ഞാൻ അല്ല. അവനോട് ഒരു കാര്യം സെറ്റ് ആക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ നടുപ്പുറം പൊളിക്കുന്ന ഗെയിം. പിന്നെ ഈ ഒരു ഗെയിം ഉണ്ട്. ഈ ഗെയിമിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാല് ജാസി ഹോസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഹോസ്റ്റ് ചെയ്യോ ഗെയിം ഹോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി എല്ലാ ആഴ്ചയും ഗെയിം നൈറ്റ് ഉണ്ടാവും. ഗെയിം നൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫിലിപ്പങ്ങളാണ്. അപ്പൊ ഈ റബ്ബർ ബാൻഡ് ഇവിടെ എങ്ങനെ കൈ വെക്കും? ഇവിടെ കാലിൽ വെക്കാൻ പറ്റുമോ? എന്നാ കാല് വെക്കണേ, കാല് വെക്കാം. എന്താ പറയാ, കേട് വരാനോ? ഇതെന്താ തക്കാളി കേട് വരാൻ? കയ്യോ കാലോ എന്തെങ്കിലും ഒന്ന് വെച്ചേ. കാല് എണീച്ച് എന്നിട്ട് വെച്ചാ പോലെ, ഇങ്ങനെ വെച്ചാ പോലെ. ഞാൻ അറിയില്ല, കണ്ണു മൂട് വെറുതെ മൂടണം. അപ്പൊ ഞാൻ അറിയില്ല, ഒറ്റ കണ്ണ. ഞാൻ ആദ്യം ഇത് വിട്ട് കഴിഞ്ഞാൽ ജാസി എൽ മൈക്ക്, സി എൽ ഹോസ്റ്റ്, എല്. എന്നാ പിന്നെ ഞാൻ ഹോസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ഹോസ്റ്റ് ചെയ്യാം, അതാ നല്ലത്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് എവറിബഡി, വെൽക്കം ബാക്ക് ടു അനദർ നൈറ്റ് ഓഫ് ഗെയിംസ്. അപ്പൊ ഇന്ന് നമ്മളെ കുറച്ച് ഗെയിംസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. കാലിൽ റബ്ബർ ബാൻഡ് ഇട്ട് അടിക്കുന്ന ചാലഞ്ച്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞാല് ഇതാണ്, നടുപ്പുറം പൊളി. അതാണ് ഇന്നത്തെ മെയിൻ ഗെയിം നൈറ്റിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഗെയിം എന്ന് പറഞ്ഞാൽ നടുപ്പുറം പൊളിക്കലാണ്. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വെച്ചാൽ നമ്മൾ 2 ടീമായിട്ട് നമ്മൾ അങ്ങനെ തന്നെ അല്ലേ? എടാ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഞാൻ ഇതൊന്ന് എനിക്കൊരു സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ട് എനിക്കൊന്ന് എഴുതി തന്നാൽ ഞാൻ ഇത് കറക്റ്റ് പ്രസന്റ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാല് ഗൈസ്, എന്റെ W ഹോസ്റ്റ് ആണോ L ഹോസ്റ്റ് ആണോ? ചാറ്റ് ആരാ ഹോസ്റ്റ് ചെയ്യേണ്ടത്? 2 ടീം, ഫിലിപ്പ് ഹോസ്റ്റ്, 5 വെച്ച് പോവാ. ഞാൻ വേണ്ടേ? അപ്പം ഞാൻ ഹോസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ ഇതെന്ന് വെച്ചാല് ഒന്നിട്ടെ നമ്മൾ 5 ആൾക്കാർ എന്ത് ചെയ്യുക? ഇത് മറ്റേ ക്യാമറ ഇതിങ്ങനെ ഇടും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഭയങ്കര സ്ക്രിപ്റ്റ് തന്നെ നിന്റെ. നീ ഇത് കണ്ടിട്ടില്ല? നീ ഇത് കണ്ടില്ല? ജാസിന് മറ്റേ അതന്നെയാണ് ഇത്, സെയിം സാധനം ഇത്. ആ കാലുള്ളോട് ഇടടാ. നിക്ക് മെല്ലെ ഇതൊരു ടെസ്റ്റാ മെല്ലെ വിളിച്ചാ.
ഇതാണ് സംഭവം. അത്ര ഇതില്ല, ഷർട്ട് ഇട്ടോണ്ടാന്ന് തോന്നുന്നു. അപ്പൊ അതാണ് ഗെയിം. അല്ല വേറൊരു സംഭവം ഉണ്ട്. ഇത് ചെയ്യുമ്പോ വായിലൊരു പി പി ഉണ്ടാവും. അപ്പൊ നീ വേദന കൊണ്ട് പി പി ഊതിയാ നിനക്ക് അടുത്ത അടി കൊള്ളു. അടുത്ത ഒന്നും കൂടി സൗണ്ട് ഇല്ലാത്തടത്തോളം കാലം ഇങ്ങനെ പി പി ഊതാണ്ട് നിൽക്കുക, എന്നാ അടിയില്ല, അടുത്ത അടി കിട്ടൂല. മനസ്സിലായി. അങ്ങനെ ജാസി ഹോസ്റ്റൽ തന്നെ എല്ലാവരും പറഞ്ഞു. നീ ഒന്ന് പഠിച്ച് മൊത്തത്തിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഒന്ന് പറഞ്ഞ. അപ്പൊ ഗൈസ്, അപ്പൊ ടുഡേസ് ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടുപ്പുറം പൊളിക്കൽ ഗെയിമാണ്. നമ്മൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാലിന്റെ നടുവിലൂടെ സാധനം ഇട്ട് നടുപ്പുറത്തേക്ക് വെച്ചിട്ട് ഇത് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ എന്താ. അപ്പൊ ഗൈസ് ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇതൊരു ഗെയിമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിൽ ഏതെങ്കിലും ഒരു കയ്യിൽ വെക്കുക. ഇതിൽ വെക്കുന്ന കൈ അത് വലിച്ചു വിടുന്ന വ്യക്തിക്കും അറിയില്ല ഏതിലായിരിക്കും വിടാന്ന്. അപ്പൊ എന്താ വേണ്ടത്? ഫസ്റ്റ് ഗെയിം തുടങ്ങിയാ നമ്മള് ഏതാ? നടുപ്പുറം പൊളിച്ചാലെങ്കിൽ വേണം, കൈ പൊളിക്കൽ. കുറച്ച് ഡേഞ്ചർ ആണ്. എന്ത് എടാ, ഞാൻ ഇതാണ് ഇത്രയും തത്തുന്നു. ഞാൻ എല്ലാവരും ഞാൻ ചോദിച്ചു ഈ സാധനം. ഞാൻ ഈ കണ്ണുമുലക്കുന്ന സാധനം ഫുള്ള് ഇത് കാണുന്നില്ല. അപ്പൊ അല്ല, ഇത് നമുക്ക് 2 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പോ. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 ടീമാകുമ്പോ. എന്നാലും നമുക്ക് ആരൊക്കെ ഓക്കെ. അതിപ്പോ ടീം ഞാൻ വിളിക്കാം. അല്ല, ഇവര് പറ, ഓഡിയൻസ് പറ. കഴിഞ്ഞ IRL സ്ട്രീമില് ഫുട്ബോളിന് റഫറി ആയിട്ട് വന്നിട്ട് ഇതുവരെ ഏറ്റു കിട്ടാത്ത പാവം പറഞ്ഞതാ. അപ്പൊ ഇനി ടീം വിളിക്കല്. ഒരു കാര്യം ചെയ്യും, ഷമീർ നീ അത് തന്നെ വിളിച്ചോ. ഇല്ലെങ്കിൽ ഓഡിയൻസ് പറയണോ? ഓക്കെ, ഞാൻ വിളിക്കാം. ഞാൻ ഷെയ്ഖിനെ വിളിച്ചു. ഞാൻ ജാസിനെ വിളിച്ചു. ആവശ്യമുള്ളത് ആദിൽ, ഫിലിപ്പ്. ഇങ്ങോട്ടോ. ഓക്കെ, ഇനിയല്ലോ വിളിക്കണ്ടേ? ഇത് മാറിയ 10 ആള് അതിന് അവര് 3 ആളാണുള്ളത്. ഇവര് 3 ആള്. സ്വിച്ച് റാംബോ, മമ്മു. ഇതിലാരാ എടുക്കുന്നത്? മമ്മൂനെ. അല്ല, നമ്മളഞ്ചാളായില്ലേ? ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. വെറുതെ വെച്ചപ്പാടാക്കല്ല. നോ ഷർട്ടോ? എന്താ ഷർട്ട് വേണ്ട. ഷർട്ട് ഒരു ഇവന്റെ മാവിരുട്ടിയത് കാണും, അതായിരിക്കും. നോ ഷർട്ടോ? ആദ്യം ഷർട്ടില് തുടങ്ങാം. നോ ഷർട്ട് അല്ല, അങ്ക് പ്രശ്നമില്ല. അങ്ക് ബോഡി ഉള്ളതുകൊണ്ട് അങ്ക് അങ്ങനത്തെ പേടിയില്ല. എന്റെ പുറത്ത് പാട് പോവാ 3 ദിവസം എടുത്ത്. വേണ്ട വേണ്ട. ഇതാ ബോഡി. പിന്നെ ഷർട്ട് ഫാമിലി ഫ്രണ്ട്ലി. ഷർട്ട് വരരുത്, ഫാമിലി ഫ്രണ്ട്ലി. ഇതാ ഫിലിപ്പങ്കിന്റെ വയറെന്ന് പറഞ്ഞാണ്ടല്ല 10 കിലോ ഉണ്ട് വയറ് മാത്രം. മോഡലാന്ന് പോലെ ഈ ചങ്ങായി മോഡലാന്നാ പറയുന്നത്. എവിടെ ഈ ജാസി എന്ന് പറഞ്ഞ ജാസി മരണ ലാഗാന്ന് തോന്നുന്നു. ഗൈസ്, നിങ്ങളൊരു കാര്യം മനസ്സിലായി, ഇവനെ ഹോസ്റ്റ് ആക്കിയ അടങ്ങാറാണ്. ഇതെന്തിനാ? അതിപ്പോ അല്ലല്ലോ, അടുത്ത ഗെയിം അല്ലേ? ഫസ്റ്റ് ഗെയിം ടെൽ മീ. ഫസ്റ്റ് ഗെയിം ഇതന്നെ. നിങ്ങളുടെ ടീം അപ്പുറത്തേക്ക്, നമ്മളെ ടീം ഇപ്പുറത്തേക്ക്. നീ എന്റെ ടീമല്ല, ഇവ ഒരു ടീമില്ലാന്ന് തോന്നുന്നു. മാറ്, നമ്മുടെ ടീം. ഓക്കെ, 5 vs 5 പോ. എടാ, മനസ്സിലാവണ്ടേ ഏത് ടീമാന്ന്? ഷമീർ നമ്മളെ ടീം അല്ല, അതാ ക്യാമറ. ഓക്കെ, റെഡി, പോ. എല്ലാവർക്കും ഓരോ PP ഉണ്ട്. എടാ, സൈലൻസ് എന്നാലേ ഇത് കിട്ടും. മുട്ടായി അല്ലേ, അത് തിന്നാ. എടാ, മിക്സ് ആവല്ലടാ, ടീമായിട്ട് നിക്കടാ. ഇതെന്താ കാണിക്കുന്നത്? വെറുതെ കുരക്കല്ല. എല്ലാവർക്കും PP കിട്ടിയാ?
ഇതിന്റെ ഉള്ളിൽ നിരക്കടല്ല ഇങ്ങോട്ട് ചെയ്യാൻ നേരത്തെ വരുള്ളൂ വെറുതെ പോലില്ല എടാ ഇറിറ്റേഷൻ ആണ് മുതല്ലേ മതി ബാ റെഡി. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോശേട്ടന്നെ സ്പാമിങ് എന്നാ പിന്നെ അങ്ങ് ഊരാ ആദ്യം ഷർട്ടിൽ തുടങ്ങി നോക്കാം. ആദ്യം ഷർട്ടിൽ തുടങ്ങാം. അല്ല ഷർട്ടിൽ തുടങ്ങാം. എന്നാ നോശ ഇട്ട് വാ. ഊരണോ? ഇനി ലാസ്റ്റ് ഫാമിലി ഫ്രണ്ട്ലി ലൊട്ടാന്ന് പറയരുത് എടാ. അതല്ല സത്യം പറയല്ല, നല്ല വേദനയാണ്. അകാതെ എന്റെ പേടി. ധൈര്യമില്ലേ പുഷ്പ? ധൈര്യമില്ലേ? പിന്നെ എന്തിന് കളിക്കിറങ്ങി നിങ്ങള്? ഇവന്റെ ബോഡി ജിമ്പാണ്, എനിക്കില്ല. അതാ പറഞ്ഞത്, ഐ ആം ജിം ബോഡി. ഷർട്ട് ഓർ നോ ഷർട്ട് ഒന്ന് പോളിട്ടാലോ നമുക്ക്? ഞാൻ ഒന്ന് പോളിടാ. ഷർട്ട് നോ ഷർട്ട് ഒന്ന് വോട്ട് ചെയ്തടാ. ഒന്ന് വോട്ട് ചെയ്തേ. ഞാൻ പോളിട്ടിട്ട് ഒന്ന് വോട്ട് ചെയ്തേ. ഓ നോ ഷർട്ട് 100%. എന്തൊരു ഒത്തൊരുമ നോക്കിയാ, എന്തൊരു ഒത്തൊരുമ. നമ്മളെ ടീമെന്നോ നിങ്ങളുടെ ടീമെന്നോ? സ്റ്റോൺ പേപ്പർ കളിക്കാവാ. സ്റ്റോൺ പേപ്പർ കളിച്ചിട്ട് തീരുമാനിക്കാം. ആരാ നീ കളിക്കും? നീ എന്തിനാ മൈക്ക് കയ്യിൽ പിടിച്ച് കളിക്കുന്നത്? ഇത് കണ്ണടയിലായിട്ട് ഇടുന്ന പിന്നെ ഗ്യാപ്പില് നീ ബുദ്ധിമാൻ തന്നെയല്ലോ. എന്നാ എന്റെ വടയിൽ വെച്ചാലോ? നീ മൈക്ക് ഉപയോഗിക്കണ്ടേ? ആ ഓക്കെ, ഇങ്ങനെ മതി. ഓക്കെ റെഡി. PPO വേണ്ട. അതായത് നമ്മള് ജയിച്ചാല് നിങ്ങളെ അടിക്കും, നിങ്ങൾ ജയിച്ചാൽ നമ്മളെ അടിക്കും. ടീമിന് മൊത്തം അടിയുണ്ടല്ലോ. അല്ല, ആദ്യം ആരാന്നുള്ളത്, ആദ്യം ഏത് ടീമിനെ അടിക്കുന്നത്. ഇത് പേപ്പർ ഇത് കളിക്കട്ടെ. ഓക്കെ 3, 2, 1. ഇല്ല സോറി, എടാ രണ്ടടി എന്നിട്ട് ഇവിടെ വെക്കലേ. അതായത് 1, 2, 3 അങ്ങനെ. ഇതെന്താണ് ഓർഡർ കളിക്കണം? അല്ല, അത് 3 വന്നതിന് പേപ്പറാണ്. ഇത് കട്ട് ചെയ്യാൻ നോ പാൻഡാ. ഇതെന്താ? നടക്കൂല. പിന്നെ പെട്ടെന്ന് ഊരിക്കൂടെ? തമാശ കളിക്കല്ല. എടാ എന്താടാ ഇത്? നമ്മള് ജയിൽ പുള്ളികളെ പോലെ ഇപ്പൊ ഉള്ളത്. ഇതെന്തോ ജയിലിൽ പിടിച്ചിട്ട പോലെ ഉള്ളത്. നോക്കിയാ ഒരു കൂട്ടം ജയിൽ പുള്ളികൾ. ഇതാ എന്താന്ന് ഇതെന്താന്ന്? ലങ്കോട്ടിയിൽ ഇങ്ങനെ മുകളിൽ കയറ്റിയിട്ടിന് മീൻ പിടിക്കാൻ പോന്നാ. ഇത് ആർക്ക ഇതെന്താന്ന്? ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താ. ഇതിന്റെ ഉള്ളിൽ കുരുവി കൂടുതലും കാണുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം? അതാ കുരുവിക്കൂടിന്റെ ഉള്ളിൽ എന്തോ സാധനമുണ്ട്. കുര്യാക്കോസിന്റെ പൊക്കളിന്റെ ഉള്ളിൽ കുരുവി താമസിക്കുന്നുണ്ട്. ഞാൻ കണ്ടതിനാ. 2 കുഞ്ഞുങ്ങളും ഉണ്ടായിന്. പൊക്കിളിന് മാത്രമല്ല, തൊക്കിയിൽ അതിനുള്ള ആഹാരം ഇരിപ്പുണ്ട്. തൊക്ക് നോക്ക്, അതിനുള്ള ആഹാരം. ഇതെന്താ ഇവനൊന്ന് കുളിക്കലൊന്നില്ലേ? അതാ ഈ ഫിലിപ്പിന്റെ ബോഡി ഇങ്ങനെ. മോനെ ചാറ്റിൽ ലാഗ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ എല്ല് വരാൻ തുടങ്ങും. എല്ല് വരാണെങ്കിൽ ഞാൻ നിർത്തിയിട്ട് പോകും ലൈവ്. ഞാൻ കാര്യം പറയല, കൊറേ സമയമായത്. റെഡി 1, 2, 3. ബെസ്റ്റ് ഓഫ് 3 അങ്ങനെ 1, 2, 3. അപ്പൊ ഒന്ന് ഇതില് ജയിക്കുന്ന ആള് ജയിച്ച്. കാണിച്ചു കൊടുക്കേ. 1, 2, 3. നമ്മളെ ടീമിൽ ആരാണ് ധീരൻ? നമ്മളെ ടീമിലെ രക്തസാക്ഷി ആരാണ്? നമ്മളെ ടീമിലെ രക്തസാക്ഷി വേറെ ആരും തുടങ്ങ്. നമ്മളെ ക്യാപ്റ്റനാണ്. ഇത് ഞങ്ങൾക്ക് വേണ്ടി തെജിക്ക്. അവിടെ ഞാനും പോണം. നിങ്ങൾ പറ. ചാറ്റാ പറയണ്ടത്. അല്ല, നമ്മളല്ലല്ലോ തീരുമാനിക്കണ്ടത്. ചാറ്റാന്ന് തീരുമാനിക്കണ്ടത്. ചാറ്റ് പറ. ആരാന്ന് ഫസ്റ്റ്? നമ്മളെ ടീമിൽ ആരാന്ന് ഫസ്റ്റ് അടിയുണ്ട്? ഷെയ്ഖ് ഉണ്ട്, മുനു ഉണ്ട്, കുര്യാക്കോസ് ഉണ്ട്, ഫിലിപ്പ് എവിടെ?
ഫിലിപ്പാന്ന് നമ്മള് രക്തസാക്ഷി. ഫിലിപ്പുണ്ട്, ഞാനുണ്ട്. ആരടി വാങ്ങണം? കമോൺ. അല്ല, നമ്മളാണ് തീരുമാനിക്കണ്ട്. സ്റ്റാറ്റ് അല്ല തീരുമാനിക്കണ്ട്, നമ്മളാണ് തീരുമാനിക്കണ്ട്. ഇത്രയും കാലം ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞോണ്ടത്. ചേട്ടാ തീരുമാനിക്കേണ്ടതല്ല. അതിൽ ഈ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തീരുമാനിച്ചൂടെ? വേണ്ട, ചേട്ടൻ തീരുമാനിക്കട്ടെ. വാ, അപ്പൊ നിന്നോ. റെഡി? എല്ലാരും മാറിക്കോ. തുടങ്ങട്ടെ. അപ്പൊ നീയാതെ. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യോ? ഒരു സെക്കൻഡ് എന്തിന്? ഒന്ന് ഇതാ പ്രിപ്പയർ ആയ നടുപ്പുറം ഞാൻ കിട്ടും. കിട്ടുന്ന തിരിച്ചു കൊടുക്കണ്ടേ? ഈ ടീമിന് വേണ്ടി ഞാൻ രക്തസാക്ഷിത്വം വഹിക്കാൻ വേണ്ടു. നീയാതെ നീ നിൽക്കാൻ പോയി. ആ കസേര ഒന്ന് എടുത്തേ. ആ കസേര കസേര കസേര. ജീവിതം എന്നാൽ ഒരു കൈ ഇത്ര ദൂരേ ഉള്ളൂ. ഞാൻ അടുക്കള വരെ അതില്ല. അടുക്കള വരെ ഭയങ്കര മോശമല്ലേ ജമീർ ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? മോശം? നീ ഞാൻ എന്റെ ചങ്ങായി അല്ലടാ, എത്ര കാലം നമ്മള് പരിചയം. നീ ഇപ്പൊ ഇങ്ങനല്ലോ. ഇതാ സ്നേഹം. വിളിച്ചോ. വെല്ലടിക്കാം. പാവ ചെക്കാന്റെ ഞാൻ വെല്ല അടിച്ചത്. സൗണ്ട് വന്നില്ലല്ലോ. അതോടെ പവറ് ഞാൻ വെല്ല അടിച്ചത്. ഒന്നുമില്ല. അന്റെ ടീമിൽ ഞാൻ റാംബോനെ ഇറക്കി വിടാൻ പോയി. അതെ, നമ്മള് 15 വർഷമായിട്ടുള്ള ബന്ധം. നീ എന്റെ സുഹൃത്ത്. വിഷമായി, ഭയങ്കര വിഷമായി. എന്നാ പിന്നെ ഞാൻ മെല്ലെ അടിക്കുന്നുള്ളൂ. മെല്ലെ അടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു പണ്ടേ അല്ലെങ്കിൽ എന്നോട് സ്നേഹം. പുറമേ പണ്ട് കാണിക്കുമെങ്കിലും ഉള്ളില് ഭയങ്കര സ്നേഹം. അതൊക്കെ പണ്ടേ അറിയാം. സൗണ്ട് വന്നിട്ട് എന്തോ നീ വേറെ ആളെടുക്ക്, വേറെ ആളടിച്ചോ. ഞാൻ അടിച്ചോളൂ. ഒന്നിങ്ങോട്ട് ഞാൻ തന്നെ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളൂ. ഒന്നിങ്ങോട്ട് വേണമെങ്കിൽ അടുക്കള വരെ പോയിക്കോ. അടുക്കള വരെ വേണേ പോയിക്കോ. ഇതെന്താ? ഇത് ഫൗള്. ഒരു ഫോളും ഇല്ല. ഇതെന്താ ആദ്യത്തെ ഇങ്ങനല്ലോ? സ്റ്റോർ റൂമിലേക്ക് പോയിക്കോ. സ്റ്റോർ റൂമിലേക്ക് വിട്ടോ. സ്റ്റോർ റൂമിലേക്ക് പോട്ടെ. പുറത്ത് പോയിട്ട് കൊടുത്തോ. ഇത് ഫൗളാണോ? ഇത് ഫൗളാണോ? ഒരു ഫോളും ഇല്ല. ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഇത് ഭയങ്കര അതിങ്ങനെ ഓരോ ലെവൽസ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാം. അല്ല ആദ്യം സാധാരണ പോലെ. ഇനി നിനക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. ആദ്യം സാധാരണ പോലെ എന്നാടാ ഇപ്രാവശ്യത്തേക്കൊന്നും ഇതായിക്കോട്ടെ. ചെറുതാക്ക്. ആടുന്ന് വിട്ടതാ. വെറുതെ ഒരടി തന്നെ അടിച്ചടാ. അടിച്ചു. ഇത് ഫൗളാ. ഇത് വിട്ടേരായിപ്പോയതാന്ന്. ഞാനല്ല വിട്ടേ, ഷമീറ. അത് കുഴപ്പമില്ല. നോക്കൂ. ഒന്നാമത് നിന്റെ മെയ്താനം പോലത്തെ പോടാ. അടിച്ചോ. നോ ഫൗളോ? ഇനി അടിക്കുന്നില്ല. ഞാൻ ഷമീറ, ഞാൻ അടിക്കാം. അടിക്കണ്ടോ? ഞാൻ മെല്ലെ അടിക്കും. അറിയില്ലേ? ഒരാളടി നീ അടി. ഞാൻ തന്നെയാ. മാറ്. ഒന്ന് എന്താ മോനെ മാറ്. നീ അങ്ങോട്ടേക്ക്. അങ്ങോട്ട് കൊറേ ദൂരം ഉണ്ട്. ഇങ്ങോട്ട് മതി. ഇതെന്താ പുത്രിക്കാണ് മെയ്താനം. എന്തായാലും ഇവൻ എന്നെ ബാറിലടിക്കും. അപ്പൊ ഞാൻ ഇവനോട് സ്നേഹം കാണിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഒന്ന് കൊടുക്കാം. അല്ലേ? എന്തിനാന്ന്? തുറന്നേ. ആ മൈക്കിലൊന്ന് കൊടുത്തേ. കുച്ചോ എന്നെ പൊന്നു കുച്ചോ. നിന്നെ കൊണ്ടാവും ഷമീറ. You can.
ഉറപ്പായിട്ടും ഞാൻ അത് അധികാരം കൂട്ടും. എടാ നോ പെയിൻ നോ ഗെയിൻ. വേദനകൾ നമ്മൾ സഹിക്കാൻ വേണ്ടി എപ്പോ തയ്യാറായിരിക്കണം. വേദന ഉണ്ടായാലും സൗണ്ട് വന്നാ ഒരു സൗണ്ടും വന്നില്ല. എന്റെ സൗണ്ട് ഒന്നും വന്നില്ല. അത്രയും വേദന സഹിച്ചിട്ട് സൗണ്ട് വന്നതാ. അരങ്കം വരങ്കം വിസില് പറക്കവേ. വിസിലിപ്പോ പറക്കും. വിസില് വന്നാ ഇഞ്ഞു അടിയാ. കുറച്ചുകൂടി മുമ്പോട്ട് അതാവുമ്പോ വേദന കുറെ കുറയും. വിസിലടിച്ചില്ല. വിസിലടിച്ചില്ല. അത് വേറെ ആരോ അടിച്ചതാ. വിസില് വന്നു. ഇവരെ ടീമിലുള്ള ആരോ അടിച്ചതാ. ഫൗള് ഇല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ നോ ഫൗള് നിങ്ങൾ സ്പാം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. നോ ഫൗള് നിങ്ങൾ സ്പാം ചെയ്തു. ഇത് വന്നിനാ പിടിച്ചോ. റാംബോൻ അടിക്കാൻ ആഗ്രഹമുള്ളവര് കൈവെക്കുക. കുര്യൻ റാംബോൻ അടിക്കാൻ ആഗ്രഹമുള്ളവര് കൈവെക്കുക. എന്നെ അടിക്കണവര് ഓർത്തടിച്ചോ. ഫിലിപ്പ് ഞാൻ പറയണം. ഫിലിപ്പാണ് നമ്മുടെ ധീരൻ. നമ്മളെ നലിമലിയും കളയരുത്. നമ്മുടെ ടീമിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, കളയരുത്. എടാ ലാഗ് എന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് പരിപാടി ആയിക്കോ. അടുത്തടുത്ത പെട്ടെന്ന് ആയിക്കോ. എടി ഇങ്ങനെയല്ല കളിക്കേണ്ടത്. ഇത് പെട്ടെന്ന് ചെയ്യണം. അല്ല ഈ ഗെയിമിന്റെ രീതി അതാണ്. ഇത് പെട്ടെന്ന് തിരി. ആ ക്യാമറ ആംഗിള് അവിടെ ഇങ്ങനെ തന്നെ നിൽക്കണം. അവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടണം. ഞാൻ നോക്കട്ടെ. ആരാ അടിക്കുന്നത്? ക്യാമറയിലൊന്നും കാണുന്നില്ല കേട്ടോ. ഈ മമ്മു എന്ന് പറയുന്ന ഈ ബുതിങ്ങി പൊട്ടലിൽ അതിന്റെ ഇടക്ക് കയറി നിൽക്കുന്നുണ്ട്. ഇങ്ങ അങ്ങോട്ട് നിങ്ങളെ ബാക്കിൽ പോയാ. ഞാൻ ഒരു കാര്യം പറയാം. ബാരി എടുത്താ ഞാൻ അടിക്കും. ഇത് ആംഗിൾസ് കറക്റ്റ് അല്ലടാ. ആംഗിള് കറക്റ്റ് അല്ല. എൽ ക്യാമറ കാരണം ഇത് ആംഗിള് കറക്റ്റ് അല്ല. ഇത് ആരാ അടിക്കുന്ന മൊത്തത്തിലൊരു കോണ്ടെക്സ്റ്റ് കിട്ടുന്നില്ല മൊത്തത്തില്. ഓക്കെ ഇതൊന്നും ഇങ്ങനെ ചെരിന്റെ അടിക്കുന്ന നേരെ മെല്ലടിച്ചാ മതി. സൗണ്ട് വന്നില്ല. നല്ല വേനുണ്ട് മോനെ. ഇത് ടീം വേണ്ടായിരുന്നല്ലേ. Can you give shout out for Shilpa Elizabeth Biju and do a mini dance please? സ്പിന്ന് എൽ ഗെയിം നടന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ സ്പിന്ന് സ്പിൻ അടി എന്തേ ഇടേ കണ്ണൂടണം. ഫിലിപ്പിന്റെ പുറം പൊളിയും. അയ്യോ എന്റെ മോനെ അതെങ്ങനെടാ വരയൂല്ലേ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. അത് ട്രെയിനിങ് എടുത്തന്നെ. പിന്നെ നീ തിരിച്ചടിക്കണം. വരയൂല്ലേ? ശരീരോടത് അടുത്താള് സ്പീഡാക്കി. ഇരുമ്പ് മനുഷ്യനാ. എടാ ഇനി ഫിലിപ്പിന് അയൺമാൻ എന്ന പേരിൽ അറിയപ്പെടും കേട്ടോ. ഇനി ഫിലിപ്പ് ലെവലിൽ വരുമ്പോ അയൺമാൻ എന്ന് സ്പാം ചെയ്തോ. ഇത് ഇരുമ്പ് മനുഷ്യനാന്ന് തോന്നിട്ട് ഒരു വരയൂല്ല. ഇതെന്ത് സംഭവം? എന്തേ എല്ലാവരും ഡബ്ല്യൂ തീയും. നിങ്ങൾ ഒരിക്കൽ മനുഷ്യന്ന് പറഞ്ഞത് ഇവനാണോ? എന്താണ്
സൗണ്ട് വന്നാ സ്പിൻ ചെയ്യുന്നോ? ആ അങ്ങനെയായിരുന്നു. എന്നാ പിന്നെ ഓക്കെ, ഇനി സൗണ്ട് വരുന്ന ആള് സ്പിൻ ചെയ്യട്ടെ. ഇനി സൗണ്ട് വരുന്ന ആള് സ്പിൻ ചെയ്യട്ടെ. ഓക്കെ, അടുത്ത ആളാരാ? നിങ്ങൾ ഇനി നിങ്ങളുടെ ടീം എന്നല്ലേ? നമ്മുടെ ടീമിൽ നിന്ന് ഞാൻ അഭിമാന പുരസ്കാരം അതിലാ വരാത്തത്. ജാസിനും ഉണ്ട്, മമ്മൂനും ഉണ്ടില്ല. മമ്മു അഭിമാന പുരസ്കാരം ഞാൻ അടുത്ത എന്റെ ടീംമേറ്റിനെ ഇറക്കുന്നു. മമ്മദ് മമ്മു എന്നറിയപ്പെടുന്ന ബോണ്ട മമ്മദിനെ ഇറക്കിയാണ്. എനിക്ക് ഇത്ര നാൾ എന്നോട് സ്നേഹം ഉണ്ടായിട്ടില്ല, ഇവിടുന്ന് മാത്രം സ്നേഹമാണ്. സ്വന്തം ടീമാണ്. ഇതില്ലേ, ഇത് ഓൾറെഡി നീ ഈ ആംഗിൾ തന്നെയാണ് ക്യാമറ പിടിക്കുന്നത്. അപ്പൊ ഈ ആംഗിളിലുള്ള തന്നെയാണ് ഇപ്പുറത്തും കിട്ടുന്നത്. അപ്പൊ നീ ആ സ്റ്റെപ്പിന്റെ ഓൾന്ന് പിടിക്കുന്നത് എനിക്ക് കുറച്ചുകൂടി നല്ലത്. കുറച്ച് സൂം ചെയ്തിട്ട് മനസ്സിലാവും. ലൈറ്റ് ഓക്കെ ആണെന്ന് നോക്കി. നിനക്ക് ഇപ്പൊ സ്വിച്ച് ചെയ്യണ്ട. ലൈറ്റ് ഓക്കെ ആണെന്ന് നോക്കി. ലൈറ്റ് ഓക്കെ ആയിട്ടാകുമ്പോ ഇവനോട് സ്വിച്ച് ചെയ്യാൻ പറഞ്ഞത്. അല്ല, അവിടുന്ന് ആ ചെയറില് നീ നോക്കി. അത് ആംഗിള് നല്ലത്. ആ ആംഗിള് ഇത് നല്ലത്. മമ്മൂനെ അടിക്കാൻ പോകുന്ന ആളാരാ? മമ്മൂനെ കുര്യനല്ല, ഫിലിപ്പ്. എന്നാ ഫിലിപ്പ് അടിച്ചോ. അല്ല, കുര്യാടി. ഓക്കെ, റെഡി. നിനക്ക് ആയില്ല. റെഡി ആവട്ടെ. ഒന്ന് മാറി ഷമീർ. ഇത് എന്താണിത്? ലൈവ് എല്ലാവരുടെ മെയിൻ കാരണം നോക്കട്ടെ. കാണുന്നില്ലല്ലോ, ഒന്ന് കാണിച്ചേ. സ്ക്രീൻ നോക്കട്ടെ. മാറിയ ഇവനക്കവിടെ നല്ല അടി കിട്ടി. കൊടുക്ക്. ഈ മുട്ട പപ്സിന് നല്ലൊന്ന് വിട്ടട്ടെ. ഇവന്റെ ഈ അസുഖമല്ലൊന്ന് മാറട്ടെ. പിന്നെ മടിയല്ലൊന്ന് കുറയട്ടെ. ആ ബറടി. അയ്യോ, ഇതെന്തായാലും നടക്കുന്നത്. റൂമിലൊന്നും കയറി അടിക്കല്ലേ. ഇതെന്തോ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കുക. റാമ്പ് പോലെയാണ് ഞാന്. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ഫിലിപ്പ നിന്നെ ഞാൻ മെല്ലെ തൊടു. നീ ഇതാക്കല്ല. അല്ല, നിങ്ങ പിന്നെ ഇത് ആർക്കും ഇതില്ല. എല്ലാവരും ഞാൻ പറയുന്ന അടുത്ത ഗെയിം നൈറ്റ് മുതല് ഈ ലൊട്ടകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോയിലെ പോലെ ജാമ്യം നടക്കുന്ന എല്ലാം ഒരു സൈഡിൽ ഇരുത്തുക. എല്ലാവർക്കും ചെയർ വെക്കുക. ക്യാമറ ആംഗിൾ കറക്റ്റ് ഒരു സ്ഥലത്ത് നോക്കുക. എന്നിട്ട് ഗെയിം കളിച്ചാൽ മതി. ഇങ്ങനെ എന്തെല്ലോ നടക്കുന്ന ഇടാം. റെഡി? ഇല്ല, അടുത്ത ആള്. പെട്ടെന്ന് അടുത്ത ആള്. ജാസി എന്താക്കുന്ന പറഞ്ഞ അവനവിടെ ചിരിച്ചു കളിക്കുന്നു. ഇവിടെ കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്യേണ്ട ആളവിടെ ചിരിച്ചു കളിക്കുക. സൗണ്ട് വന്നാ അറിയാലോ. നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ വരാം. സ്വിച്ച്. ഇല്ലടാ, അത് കൊണ്ടില്ല. അത് ജീന്ന കൊണ്ട്. പോട്ടെ, അടുത്ത ആള്. പെട്ടെന്ന് എല്ലാരും കഴിഞ്ഞാൽ ആദ്യം കൂടെ ബാക്കിയുള്ളൂ. ഇത് ഇതാക്കി അങ്ങോട്ട് പോയി ഷർട്ട് ഇടാം. കാലിട്. നീ കുളിച്ചിട്ട് വരണം കേട്ടോ. കുളിച്ചിട്ട് വരണം. നിന്റെ മൂപ്പിയാ പൊട്ടിക്കോട്ട. കമന്റ് ഫുൾ തീയാണ്. അതിലെ കുറച്ചും കൂടുന്നോ? കൊടുത്തോ നല്ല വിസിലെല്ലാം പോക്കറ്റിലിട്ട് നടക്കാന്. ആരെ തെറി വിളിച്ചേ? പേര് പറ. തെറി വിളിച്ചാളെ പേര് പറ. എന്താ വിളിച്ചതെന്ന് പറ. തെറി വിളിച്ചാൽ സ്പിന്നുണ്ട്. തെറി വിളിച്ചാൽ സ്പിന്നുണ്ട്. ആരാ തെറി വിളിച്ച? പറയടേ.
അപ്പാ റെഡി. ഓനെന്തോ പണിഷ്മെന്റിന് കാത്തുക്കുന്ന പോലെ ഓന് സ്പിന്നൊന്നും കൊടുക്കണ്ട. അത് എരിവുള്ള സാധനമാണ്. നീയല്ലൊരു പെണ്ണ് കരയുന്നല്ലോടാ കരഞ്ഞത്. ഞാൻ കരഞ്ഞൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായി. ആദ്യം കുര്യാക്കോസിന്റെ വിചാരം ജോളോച്ചിപ്പ് ഡൊറീറ്റോസ് പോലത്തെ ഒരു സാധനം അതാണ് അവന് വേണമെന്ന് പറയുന്നത്. ആണോ? സൗണ്ട് ഇല്ല. ബാ അപ്പൊ ഒന്നുകൂടി അടി, ഒന്നുകൂടി ഇല്ല ഒന്നുകൂടി ഇതായി. വരാന്നിന് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. വാ റെഡി വാ പെട്ടെന്ന്. തുമ്പിന് പിടിക്കുന്ന അടുത്തടി. ടീമല്ലേ അങ്ങനെ പറഞ്ഞല്ല, എനിക്ക് അറിയുന്നതാണ് നല്ല രസമുണ്ട്. സഹതാപം കൊണ്ട് നമുക്ക് ചെറുങ്ങനെ വിടണ്ടേ. തന്റെ പുറം കാര്യം On the K followers, please copy at the മുനും ജാസിയും ഗൈസ്, ജാസിയും മുനും കൂടി ഉള്ളു. അത് കഴിഞ്ഞിട്ട് എന്റെ ചെയ്യാം. ഇല്ല എന്റെ കഴിഞ്ഞ റെഡി കമാൺ. ജാസിനെ എടപ്പള്ളി പോയി അടിച്ചണം കാണിച്ചരാ. പാവടാ. ഓ ഉണ്ട്, നല്ല പാടുണ്ട്. അത്രയില്ല, എന്റെ അത്രയില്ല. ഇല്ല ഇവന് വലിങ്ങനെ കൊണ്ടില്ല, എനക്ക് നല്ല കൊണ്ട. അങ്ങോട്ട് നോക്കല്ലോ മോനെ. 3, 2, 1. വന്നില്ലേ? ചെറുതായിട്ട് ഇല്ല കൈമാറില്ല. ചെറുതായിട്ട് ഓൾറെഡി ഇല്ലേ? പെട്ടെന്ന് നീയും കൂടി കഴിഞ്ഞാ ഇത് കഴിഞ്ഞ് സ്പിന്നാ. റെഡി? ഓക്കെ കഴിഞ്ഞു. സംഭവമില്ല. വേറെ ആരും ചെയ്യട്ടെ. ഞാൻ ഈ നട്ടോട്ട് ഓടുന്ന കാണാനായിരുന്നു. ഇതിന്റെ ഉദ്ഘാടനം ഞാൻ കഴിക്കാലാ. അപ്പൊ നമ്മളെ ഇതിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. അതുകൊണ്ട് ഈ ബർക്കത്താക്കപ്പെട്ട സാധനം നീ തന്നെ ജോളജിപ്പ് വന്നാൽ ഞാൻ തിന്നണം. അപ്പൊ ആദ്യം ഉദ്ഘാടനം ഷെമീർ ചെയ്യട്ടെ. ഇത് സത്യം പറഞ്ഞാൽ ഇത് സ്പിന്ന് ചെയ്യിപ്പിക്കേണ്ടത് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവർക്ക് മിസ്റ്റേക്കിന് പണിഷ്മെന്റ് ആയിട്ടാണ് സ്പിൻ കൊടുക്കേണ്ടത്. പക്ഷെ ഉദ്ഘാടനം ആയതുകൊണ്ട് മാത്രം ഷെമീർ ഒറ്റ സ്പിൻ, ആദ്യത്തെ സ്പിൻ അങ്ങനെ ഇനി മുതൽ അങ്ങോട്ട് മിസ്റ്റേക്കിന് ചെയ്യാം. ഓക്കെ റെഡി? വാ. ഇതെന്ത് പരിപാടിയാണ്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഇത് എപ്പോഴുള്ള പരിപാടി ഈ ചാറ്റിന്. ഷെമീർ ബ്രോ, നിങ്ങൾ കുറെ ഉണക്കല്ലേ പറഞ്ഞ പണി അങ്ങോട്ട് കേട്ടാ. എടാ ഒരു മിനിറ്റടാ, എന്തിന്റെ അടിസ്ഥാനത്തിലാടാ എന്നെ പറയുന്നത്? ഞാൻ കുണ്ടിയിൽ മുളകും തേച്ച് ഓടുന്ന കാണണല്ലേ? ബെൽറ്റ് വെച്ച് കുണ്ടിക്കടി, ബെൽറ്റ് എല്ലാ തരാൻ പറ്റിയ ഫ്രഞ്ച് കിസ് വന്നു. അത് വരണം. 25 പുഷപ്പ്. ഇല്ല എല്ലാരും എന്തായാലും കുണ്ടിക്ക് തീ പിടിച്ചിട്ട് ആദ്യത്തത് മാത്രമേ ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു സ്പിന്നുള്ളൂ. രണ്ടാമത്തെ സ്പിന്ന് മുതൽ ഇനി പണിഷ്മെന്റ് ആയിട്ട് മാത്രമേ സ്പിന്നുള്ളൂ. രണ്ടാമത്തെ സ്പിന്ന് മുതല് എല്ലാവർക്കും മമ്മൂട് ജാസി പിന്നെ ഒരാളും കൂടി. ഷമീർ തൊപ്പി ജാസി മമ്മൂനാണോ?
ഗൈസ് ആദ്യത്തെ സ്പിന്ന് ഏതാ കിട്ടാൻ നോക്കാം. ഇതെല്ലാം വായിച്ചോ. ഞാനും സ്പിൻ ചെയ്യണ്ടേ? സേ സോറി ടു കുര്യ. കുര്യനോട് നീ ഇത് പറഞ്ഞതാ കുളിക്കാത്ത അതല്ല ഞാൻ നോർമൽ ഇവന് ഇടുന്ന കുളിക്കല വെറുതെ പറഞ്ഞയാ. ഞാൻ സ്പിൻ ചെയ്യട്ടെ. ഓക്കെ റെഡി. കുര്യ സോറി ഞാൻ ചിന്തിച്ചില്ല കേട്ടാ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും അതിനുള്ള ബുദ്ധി ഇവരുണ്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അങ്ങനെ നമ്മളെല്ലാരും അപ്പുറം ഇപ്പുറം പറയുന്നല്ലേ. കുര്യ മന്തി അതിനെ കുറിച്ച് എനിക്ക് ഓക്കെ എന്താ പറയുന്നത്? എന്തോ എന്നോട് വേണമെന്ന് പറഞ്ഞില്ല, ഞാൻ മറന്നുപോയി. ബൂട്ട് ഓർഡർ ചെയ്തോ? നാളെ ബൂട്ട് എപ്പത്തും? നാളെ ബൂട്ടെത്തും. സന്തോഷിച്ചാട്ടെ. ഓക്കെ ഞാൻ സ്പിൻ ചെയ്യട്ടെ. ഇതെന്താ ഓക്കെ റെഡി റെഡി. നോ പണിഷ്മെന്റിൽ നിക്ക്. ഇത് ബാക്ക് നീ തുടരുത്. നീ അടുത്ത് മാറിയാ സ്ക്രിപ്റ്റും ജാസി. നോ പണിഷ്മെന്റിൽ നിക്ക്. ഇതെന്താ നിക്കാത്തെ? പിന്നെ കുഴപ്പമില്ല. വരട്ടെ, നല്ല ഡാർക്ക് സാധനം വരട്ടെ. ഇതെന്താ തീരാത്തെ? ജോള വന്നാ എനിക്ക് മാറ്റി തരണേ. കാരണം ജോള വന്നാ എനിക്ക് മാറ്റി തന്നോളാം. എനക്കൊന്നും ഒരു സ്ഥലത്ത് വെയിറ്റ് കൂടുതലാണോ? ചായ അടിച്ചു കഴിഞ്ഞ് വരാം. ഞാൻ പോയിട്ട് വരാം. നോ പണിഷ്മെന്റ്. ഇത് വെയിറ്റ് കൂടുതലും കുറവുണ്ടെന്നോ? നോ പണിഷ്മെന്റ്. ഇല്ല തിരിഞ്ഞ് ഇത് ഇത്രയും ലൂസ് വേറെ നടക്കല്ല. ഇത് കുറച്ച് ടൈറ്റ് ഉള്ള പരിപാടിയൊക്കെ. കൂട്ടത്തല്ലോ ജോളോ ചിപ്പ് വരല്ലേ? അല്ല ജോളോ ചിപ്പ് വരില്ല. ഇത് നമുക്കൊന്ന് കൈവച്ച് സ്ലോ ആക്കിയാലോ? വേണ്ട അങ്ങനെ പുഷപ്പ് 25. ഇത് അത്രയും ലൂസ് വേറെ ആയിട്ടാണ് ഈ ജാസി എന്തെല്ലാം. ഇതെന്താ ടൈറ്റ് ആക്കത്? ചിരി വരുവാടാ നിനക്കല്ലോ. ഇതെന്താ ഇതൊരു അവസാനമില്ല ഇതിന്. ഇത് ഇന്നെങ്ങാനും ഫാൻ ഓഫ് ആക്കി. ഫാൻ ഉള്ളോണ്ടാ. ഫാൻ ഓഫ് ഇനി ഇതായിക്കോളൂ. അല്ലല്ല വാക്സ് അല്ല കൂട്ടത്തല്ല. ഇതെന്തൊരു ഇന്റൻസ് ആണ് ഇത്. ഓ ഇത് മൂന്നും പണി കിട്ടും. അടിപൊളിയായിരിക്കും കേട്ടോ. 25 push-ups. 25 വർഷം വരൂല. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. വാക്സോ അല്ലെങ്കിൽ ഗേ ഡാൻസോ ആയിരിക്കും. വാക്സ് വന്നാ? ഇല്ല വാക്സ് അല്ല കൂട്ടത്തല്ല. വാക്സ് തന്നെ വാക്സ് അല്ല ചേട്ടൻ വാക്സ് അല്ല ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉള്ളിൽ ട്രൗസർ ഉണ്ടോ?
ഷഡ്ഡി ഉണ്ട്. ബോക്സറാണോ? അല്ല. പിന്നെ മറ്റേ ഷഡ്ഡിയാ നിന്റെ പിങ്ക് മറ്റേ മഞ്ഞയും പിങ്കും ആയിരിക്കും. ഇതെന്താ പല്ല് ഡോക്ടറെ അടുത്ത് പോയതാ? ഞാൻ ഒരു കാര്യം പറയട്ടെ ആദ്യം. ഞാൻ ഇതിന് പകരം വേറെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഒരു മിനിറ്റ് തമാശ കളി പ്ലീസ്. ഒറ്റ മിനിറ്റ് ഒന്ന് പ്ലീസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല ഇവിടെ അല്ലേ? അല്ല ഇവിടെയാ? അറക്കാൻ കൊടുക്കണ്ട. കവറാന്ന് ചെയ്യിക്ക. എത്ര വീൽ പ്രോബ്ലം ആണ്. വീല് നാളത്തേക്ക് ശരിയാക്കാടെ. വീലിന്റെ പ്രോബ്ലം ആടാ. ഇപ്പൊ എന്തായാലും വന്നു. ഇതിപ്പോ വന്നു. അടുത്തത് ഇപ്പൊ ഇത് കഴിഞ്ഞാൽ സ്പിൻ ചെയ്യുന്ന അല്ല ഇനി പണിഷ്മെന്റിനാ സ്പിന്ന്. അതോ എന്ത് ചാറ്റ് പറ. ഇത് എങ്ങനെയാണ് ഇതൊക്കെ മടിയിലൊക്കെ മോനെ എന്റെ മണക്കൊന്ന് ആസ്വദിച്ചേട്ടോ. നല്ല മണാണ്. ഹായ് നല്ല എന്താ നീ ആക്കത്? എന്ത് കുറച്ചും കൂടി കേട്ടെ പോടാഞ്ഞ്. ഇവിടെ ഏതാ ഒട്ടിക്കേണ്ടത്? രണ്ടോട്ടിക്കാ? ഒരു മിനിറ്റ്. രണ്ടോട്ടിക്കാന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. രണ്ടോട്ടിക്കാനാ ഇത് പിടിച്ച ഇത് പിടിച്ച ഒട്ടിക്കല്ല. കടത്ത് ബാക്കിലേക്ക് കടത്ത്. ഞാൻ ഒരു സ്പോട്ട് കടത്ത്. ഞാൻ ഒരു സ്പോട്ട് കാലും പിടിച്ചോ. ഞാൻ ഒരു സ്പോട്ട് പറയാ. ഇതാടൊന്നും ഒട്ടിക്കല്ല. എന്തിനാ കൊല്ലാൻ കൊടുക്കുന്നത്? എന്താ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അങ്കന്റെ ജീവിതം ഒന്ന് തിരിച്ചതാ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇതാക്കട്ടെ. ഒരു സെക്കൻഡ്. Bro NJ and Elakam MSG I2 Aram Nokila please install also shake bro Karelam on Noku Papi bro Aha MSG on Y2 on RTL എടാ രണ്ടെണ്ണം ആക്കല. ഒന്നടാ ഒന്നിന് തീർക്കടാ പ്ലീസ്. ഒന്ന് തുടക്കോ ഒന്ന് കാല്. ജാസിയല്ലേ അതങ്ങനെ ചെയ്യും. കാരണം ഒരെണ്ണം പറിക്കുമ്പോ ഒരു വാക്സ് പറിക്കുമ്പോ രണ്ടെണ്ണമായിട്ട് വരുവാ. ഒന്ന് നിന്റെ മൂലത്തിലെടുത്ത് പരട്ടിക്കോടേടാ. മാറി വേസ്റ്റ് ആക്കാൻ പറ്റില്ല. നിക്ക് നിന്റെ താടിയിൽ ഒട്ടിക്കടാ. ഇല്ലേ അവന് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. അല്ലേ നിന്റെ അടക്കയിൽ ഒട്ടിച്ചിട്ട് പറിക്കടാ. മാറി ഒരു വേസ്റ്റ് ആക്കാൻ പറ്റില്ല. മൂന്നല്ലടാ 10 ഒട്ടിക്കടാ. 10 ഇതാ ഇടി ഒട്ടിച്ചോ. അപ്പൊ റെഡി. കാലിന്റെ മുകളിൽ വെച്ച കുറച്ച് കംഫർട്ട് ആയിക്കോട്ടെ. കംഫർട്ടാ കൊല്ല അറക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ കംഫർട്ട് ആയിക്കോട്ടെ. മാറി കുറച്ച് വെള്ളം കൊടുക്കും ചെറുക്ക്. ഓക്കെ റെഡി. നാലാ ഒരു സമയം എന്താ എടാ കുര്യാക്കോസെ കീരി നീ അങ്ങോട്ട് മാറി നിക്ക്. നിന്നെ ഇപ്പൊ ഒരുമിച്ച് പറിക്കാം. 3 2 1 അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് എങ്ങനെയാ നിന്റെ ഇത് നമുക്ക് എങ്ങനെ കൂടുതൽ ഫണ്ണാവുക? ഇവന്റെ ഒരുമിച്ച് പറിക്കണതോ? ഒരുമിച്ച് പറിക്കല്ലേ രണ്ടായിട്ട് പറിക്കണം. ഇതെന്താ ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ അങ്ങ് പറിക്കാം. ഞാൻ ഒരു കാര്യം പറയാം. ഒറ്റ പറിക്കല്ലേ എങ്ങനെ വേദന കൂടുക? അങ്ങനെ ഞാൻ പറഞ്ഞ ഇരിക്ക ഒരു കാര്യം ഞാൻ സംസാരിക്കട്ടെ. എന്നൊന്ന് ഇത് ഞാൻ ഒരു സ്വതന്ത്രനായ ഒരു മനുഷ്യനല്ലേ. ആദ്യം പറിക്കാന്നാ. എന്താ നീ സംസാരിക്കുന്നത്? കോഴിന്റെ കൂടെ പറിക്കുന്നല്ല. ഇതൊരു മനുഷ്യനെ കൊല്ലാൻ പോകുന്നത്. എന്നാ ഒരു കാര്യം ഒറ്റ കാര്യം. ഈ കുര്യനെന്ന് ഞാൻ നേരെ കാണുന്നത്. ഓനെ ഒന്ന് മാറ്റി നിർത്ത്. ഓനെ കാണുന്നില്ല. നീ കവേർഡാ. നീ ഒന്ന് മാറ്. നീ മാറ്. എല്ലാവരും മാറ്. നീ മര്യാദക്കാടെ പിടി. എല്ലാവരും പറയാ. ഒരു മിനിറ്റ് ആദ്യം ഒരു സെക്കൻഡ്. ഇതാ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മുകളിലേക്ക് ഞാൻ വരുന്നില്ല. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. അങ്ങ് വീടിന്റെ 2 വാക്ക് സംസാരിക്കാനുള്ള ഒരു സമയം തരുമോ? നീ അതെ ഞാൻ എന്റെ എത്ര കാലമായിട്ടുള്ള സുഹൃത്താണ്. ഇതിപ്പോ നീ ഏതായാലും ഒട്ടിച്ച് എന്നാ പിന്നെ പെട്ടെന്ന് പറിക്കുക. അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വേദന ഇല്ലാത്ത രൂപത്തിലൊന്നും ആക്കിത്താ. വേദന ഇല്ലാത്ത രൂപത്തിൽ. നല്ല രോമല്ല. ഒരു മിനിറ്റ് അടുക്കേ. ഓക്കെ റെഡി. ബാ ഇവരൊന്ന് കിട്ടട്ടെ. ഓക്കെ റെഡി. ഇവരെ ഫോക്കസ് ഈ പട്ടീനെ ഫോക്കസ് റെഡി. കുട്ടു ഇങ്ങനെ ചെയ്യല്ലേ.
വേദനയില്ലാതെ കുറച്ച്. ഇതാണ് ചെയ്തതിൽ ഏറ്റവും വേദനയില്ലാത്തത്. ഇതായി മറ്റേ ക്യാമറ പോയി. അതൊന്ന് ശരിയാക്ക്. ഇതെന്താടാ ഇത്? ഇതാ വേസ്റ്റിലിട്ടോ ഇവിടെ ഈ അടുത്തൊന്നും കൊണ്ടുവെക്കല്ലേ ഇത്. ശരിയായോ? മറ്റേ ക്യാമറ അടിച്ചു പോയോ? എടുത്ത ഇല്ല വന്നില്ല. വന്നു അതെന്ത് പറ്റിയതാ? ഷമീർ ചവിട്ടിയാ? എന്റെ ക്യാമറ പൊട്ടിച്ചാ നീ? ഇതെന്താ ഇങ്ങനെ നിന്റെ മുഖം പോലെ ഇത്? അവിടെ കുറച്ച് പശയുണ്ട്, അത് കുറച്ച് ഐസ് എടുത്തരോ, കുറച്ച് ഐസ് എടുത്തരോ, കാണിക്കേ. കുറച്ച് ഐസ് എടുത്തരോ. ഓ ഇത് മറ്റെന്തോ തേച്ചിട്ട് പറിക്കണോടാ, ഇല്ലെങ്കിൽ ഇങ്ങനെയാവും. മതി. അപ്പൊ രണ്ടാമത്തെ ഇത് പെട്ടെന്ന് തരും. ഇതാ നല്ല വേനെടുക്ക്. ഇടാൻ അത്രയും രോമുള്ള സ്ഥലാ. അത് കുഴപ്പമില്ല. അത് നല്ല ഇത് കഴിയുന്നതോടുകൂടി ഞാൻ നിന്നെ നീ എന്തിനാ ഇങ്ങനത്തെ കോണത്തില് ഐഡിയ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്? മാക്സ് കൂക്സ് എന്നെല്ലാം പറഞ്ഞു. പിന്നെ അതല്ല അത്രേ ഉള്ളൂ. എന്തേ ഷേവ് ചെയ്തതാ? ഷേവ് ചെയ്ത പോലെ ആക്കിന്. ഇതെന്താന്ന് ഇവിടെ ചോറായിട്ട് ഇട്ട് ഉണ്ണുന്നുണ്ടാ നീ? ഹെയർ ഫ്രഷ് അടിക്കല്ലേ? ഇതെന്താ ഞാൻ കുള്ളനായോ? Everybody should spin. മോനെ സ്പിന്ന് എന്ന് പറഞ്ഞ ഒരു പണിഷ്മെന്റ്. ഇതൊരു ഉദ്ഘാടനം എന്നുള്ള ലെവലിൽ മാത്രമാണ് ഷമീറിനെ കൊണ്ട് സ്പിൻ ചെയ്യിപ്പിച്ചത്. എടാ ഒന്ന് മാറിയാ ആ ചെയറിങ് തന്നെ. ഈ ചെയർ റെഡി ഇരിക്കേ. ഒരാളിരിക്കേ. എല്ലാവർക്കും വരും. എല്ലാവർക്കും ചാൻസ് എല്ലാവർക്കും വരും. ഹെൽമെറ്റ് ഒന്നും വേണ്ട. ഇതെന്താ സംഭവം? ഇത് ആദ്യം ഒരാളിരിക്കണം. ആരായിരിക്കുന്നത്? ജാസിൻ ഇരുന്നോട്ടെ. ജാസിൻ ഇരുന്നോ? എന്റെ കണ്ണൂത്തിക്കോ. നീയല്ലേ പ്ലാനാക്കിയ? നീ ഇരിക്കേ. ഞാൻ പറഞ്ഞ ഇരിക്കുന്ന ആള് കണ്ണൂത്ത്. ഞാൻ പറഞ്ഞു നിന്റെ എല്ലാ എക്സ്പ്ലെയിനിങ് പോരാ. ഞാൻ പറഞ്ഞു ഓക്കെ. മോനെ ഇരിക്കടാ, ഞാൻ പറയട്ടെ. ഓക്കെ ഗൈസ്, ഇപ്പം ബാക്കിലേക്ക് എല്ലാവരും ബാക്കിലേക്ക്. ഇങ്ങനെ എല്ലാവരും നിരന്ന് നിൽക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ വരി വരിയായിട്ട്. എന്നിട്ട് അതിൽ ആരെങ്കിലും ഒരാള് ഇവനിങ്ങനെ അടിക്കും, നല്ല ബാറിലടിക്കും. ഇതുപോലെ അല്ല, അത് കളി തുടങ്ങിയിട്ട് ഇതിപ്പോ മെല്ലെ അടിക്കുന്നത്. ഇതേപോലെ നല്ല ബാറിൽ ആരെങ്കിലും ഒരാൾ അടിക്കും. എന്നിട്ട് ഇവൻ കണ്ണ് മറ്റേ സാധനം ഊരിയിട്ട് ആരാന്ന് ചൂണ്ടിക്കാണിക്കണം. അത് ശരിയാണെങ്കിൽ അയാളിരിക്കണം, ആ അടിച്ച ആളിരിക്കണം. ശരിയല്ലെങ്കിൽ പിന്നെ അടി. ഓക്കെ റെഡി അല്ലേ? ഒന്നും ചെയ്യില്ല. അങ്ങനെ പിടിക്കരുത്. ഓക്കെ റെഡി. ഓൾ സ്പിന്നോ? ഇല്ല ഓൾ സ്പിന്നില്ല. പണിഷ്മെന്റ് തെറി വിളിച്ചവർക്ക് മാത്രം. നിങ്ങളെ ഷമീർ തെറി വിളിച്ചതെന്നുള്ള കൺഫർമേഷൻ കിട്ടിയ ഷമീർ ഓൾറെഡി ചെയ്തല്ലോ, അപ്പൊ അത് തെറി വിളിച്ചതിൽ കൂട്ടിയാ. ചാലഞ്ച് സ്റ്റാർട്ട്സ്. 3, 2, 1. അല്ലല്ല ഷമീർ അല്ല. ഒന്നുകൂടി അടി. ഓക്കെ തുറക്കരുത്. തുറക്കാണ്ട് പറയണം. 3, 2, 1. ഓഡിയൻസ് കാണുന്നുണ്ടല്ലോ. ചാനോട് ചോദിച്ചോ. ഓക്കെ 3, 2, 1. അവൻ ചെയ്യില്ല. 3, 2, 1.
സൗണ്ട് പ്രകാരം ഈ ഭാഗത്താണ് വന്നത്. അക്കരെ ഇക്കരെ തവളാച്ചി മരണം ഞാൻ ഇല്ല, തന്നെ ഇല്ല, തെറ്റ് 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 എടാ ഇതെന്താടാ ഇത് കഴിയൂല. എടാ കൊറേ അടി കൊണ്ടാ ഒരാൾ മാറി. തലക്ക് വേന ഉണ്ടോ? ഇല്ല കുറച്ച് കുഴപ്പമില്ലാത്തൊരു പേരുണ്ട്. എന്നാ തലക്കടിക്കണ്ട, ഷോൾഡറിന് അടിച്ചോ. ആ അടിച്ചോ. 3, 2, 1. ഇവിടുന്ന് അടിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. എനിക്ക് ഈ കള്ളന്റെ മുഖം കണ്ടിട്ട് അടുത്ത മനസ്സിലായി. അടുത്ത 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 ആ ആംഗിൾ ഒന്നുകൂടെ നോക്കോ, കാരണം ഇവ ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നില്ല. നീ ഇവിടെ വന്ന് നിന്നാ മതി, ഇവിടെ വന്നാ മതി. ഓക്കേ ഇതെന്താ ഞാൻ ഗസ് ചെയ്യും, എന്തായാലും ഗസ് ചെയ്യും. കറക്റ്റ് സ്വിച്ച് മോനെ ആവില്ല. ആകില്ല. ആയാ 3, ആ. 2, ആ. 1. തലക്കടിക്കണ്ട. തലക്കല്ല. ആ അപ്പൊ ഷമീറൻ. ഓക്കെ, ഇതിന്റെ മറ്റേ സോഡ കണ്ടല്ലോ. നീ അടിക്കുന്നോ? നീ അടിച്ചോ. ഓക്കെ, 3, 2, 1. 3, 2, 1. പറ. അതിലെന്നെ ഓക്കെ, 3. എടാ ഇതൊന്നും അടിക്കല്ലടാ, വേനുണ്ടാ നല്ല. എടാ നല്ല വേനുണ്ടാ, മെല്ലെ അടിക്കടാ മോനെ. ഓക്കെ, ഈടുന്നാണ് അടി വന്നത്. അടി വന്ന സ്ഥലം ഈടെയാണ്. ഇത് ചെയ്തത് മമ്മു. മമ്മു. ആരാ പറ, ഏത് നായിയാന്ന് പറ. റെഡി 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 റെഡി. എടാ മെല്ലെ അടിക്കണേ. 3, 2, 1. മെല്ലെ അടിക്കേ. അല്ല അത് കൊണ്ടിട്ടില്ല മര്യാദക്ക്. അടിച്ച് പൊട്ടിച്ചടാ. വേനില്ല, ഷർട്ട് ഊരാൻ തോന്നല്ലേ? ഇത് ഷർട്ട് ഉള്ളോണ്ടാ? ഇതില് വേനില്ല. ഇല്ല, ഇത് ഇവിടെ കൊണ്ടത് അനക്കെല്ലാം ഉണ്ട്. ഇവിടെ കൊണ്ട് അല്ല ഇല്ല. ആളെ പറയട്ടെ, ആളെ പറയട്ടെ. ആ. ഇർഷാദ്. ആളാരാ? എടാ ആളാരാന്ന് പറഞ്ഞാടാ. ഒരാളെന്നെ അടിക്കരുത്, അടിച്ച ഒരാളെന്നെ അടിക്കരുത്. പിന്നെ ഒപ്പിക്കണ്ട വിട് വിട് വിട്. തല മാറ്റി അടിച്ചാ. ഫോമില്ല, ഇതില്ല. ഇതിന്റെ മോളിൽ ചുറ്റും ഫോമില്ല. വേണ്ട, കുഴപ്പമില്ല. ആ മുറിച്ചോ. അയ്യോ അങ്ങനെ ചെയ്യരുത് മോനെ. മതി വിട്ടെ. ഓക്കെ, റെഡി. 3, 2, 1. ഇല്ല ഇല്ല ഇല്ല, നോക്കില്ല. 3, 2, 1. ഓ ജാസി. എടാ ഇനി ആരും തലക്കടിക്കല്ലേ? കൊറേ തലക്കടിക്കല്ലോ. ഓക്കെ, 3, 2, 1. ഇല്ല, അത് അത്ര വേനുണ്ടായിട്ടില്ല. ഇതെല്ലാം ചേർന്നാ കൊള്ളുന്നത്. ഇതെന്താ? അതന്നെ തലക്ക് അടിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ സ്റ്റൂള് വേണം അല്ലേ? നിയാദ്. ഞാനല്ല, അമ്മ. അല്ല, ഞാൻ പറയുന്നത് നിക്കട്ടെ. എനിക്കൊന്ന് 10 അടി കഴിഞ്ഞാൽ നിക്കാം. 5 അടി മതി. നിക്കട്ടെ. ഒരു 5 അടി മതി. എടാ അടിച്ചാള് പിന്നെ അടിക്കല്ലേ. കൂടുതൽ അടിച്ചാള് പിന്നെ അടിക്കല്ലേ. അപ്പൊ അടുത്ത ആളാ? കുര്യൻ. എന്നാ മമ്മൂക്കട്ടെ. മമ്മൂക്ക്. മമ്മു ഒന്ന് പോയാ. ചാറ്റ് പറ. ആരാ പറ? ചാറ്റ് പറ. റൊട്ടേറ്റ് ചേർന്നോ? അങ്ങനെ ആ ഓക്കെ. ഓ നടുപ്പുറം പൊളിയും. ആരാ? ചാറ്റ് പറ. 3 ഗസ്സോ? 2 ഗസ്. അല്ല 2 ഗസ്. 3 ഗസ് അല്ല, 2 ഗസ്.
ഈടാ സ്പിന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ സ്പിന്ന് എന്ന് പറഞ്ഞാൽ തെറി പറഞ്ഞ പണിഷ്മെന്റിന് വേണ്ട നമ്മളിത് ബിൽഡ് ചെയ്ത് മനസ്സിലാവും. അതാകുമ്പോൾ ആൾക്ക് തെറി വിളിക്കാൻ ഒരു പേടി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ, അല്ലെങ്കിൽ മനസ്സിലാവും അങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്റ്റേക്സ് ചെയ്യുമ്പോഴുള്ള പണിഷ്മെന്റ് ആയിട്ടാണ് നമ്മൾ സ്പിന്ന് കൊടുത്തിട്ടുള്ളത്. സ്പിന്നിലാണെന്നുള്ള ബാക്കിയുള്ള പണിഷ്മെന്റ്. വെറുതെ കണ്ടിനും കേട്ടിനുള്ള സ്പിന്ന് എടുത്താൽ പിന്നെ എന്താ ഒരു ഇതുണ്ടാവില്ല. ഓക്കെ 3 ഗസ് എന്ന് പറയുന്നുണ്ട്. 3 ഗസ് ചെയ്യാൻ പറ്റും. 3 ഗസ്സിൽ ചെയ്തിട്ടില്ല. അതാ നല്ലത്. ഓക്കെ ഇരിക്കും, ആരെങ്കിലും ഇരിക്കും. 3 ഗസ്സാന്ന് ഞാൻ ഇരിക്കാം. 3 ഗസ്. ഓക്കെ റെഡി. 3 ഗസ് ചെയ്യാലോ. ഷമീർ രണ്ടാമത് റാംബോ. 3 സ്പില്ല് തോറ്റ സ്പിന്നല്ലേ? അല്ലല്ല സ്പിന്നൊന്നല്ല. പിന്നടി രണ്ടായി ഒരാളും കൂടി. നീ ഒരിക്കലും അല്ല ഇല്ല ചാറ്റ് നോക്കൂല. ചാറ്റ് ഡിലേ ആടാ. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവരവിടെ ടൈപ്പ് ചെയ്യുന്ന 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് കിട്ടും. നീ അടിക്കണേ. ഷമീർ ആടി എനിക്ക് അറിയാം. ഇരിക്കടാ നാറി. സ്പിന്നല്ലേ? അല്ല ചേട്ടാ പറഞ്ഞേ. ആകെ 3 ഗസാ. 3 ഗസാ. 3 2 1. നിഹാദ് അല്ല അന്ന് പിന്നെ അല്ല അടുത്ത ആളെ പറയാ. 3 ഗസ്. ആദില് അല്ല മമ്മു. അല്ല അടിച്ചോ അടുത്തടി എന്തായാലും അടി കൊള്ളലെന്നെ. വെറും കുണ്ടിക്കടിക്കടാ. കുണ്ടിക്കടിക്ക്. കുര്യാക്കോസ് അല്ല ഫിലിപ്പ് അല്ല റാംബോ. നെക്സ്റ്റ് വാ. ഇതിനെ ഞാൻ കണ്ടുപിടിക്കൂ. എന്തായാലും കണ്ടുപിടിക്കൂടാ നായിക്കളെ. ഫിലിപ്പ് അല്ല ജാസി അല്ല. പോയി അടുത്തടിച്ചോ. ഇല്ല അടുത്ത ആള് വാ. 3 2 1. ആദില് അല്ല ജാസി അല്ല നിഹാദ് അല്ല. കൊട് എടാ ഇത് വേറൊരു സാധനം ഉണ്ടോ കുറച്ചുകൂടി പറഞ്ഞോ. ഷെയ്ക്ക് അല്ല റാംബോ അല്ല ആദില് അല്ല. പെട്ടെന്ന് അടിച്ചോ. ഇല്ല ഇപ്പൊ ഒന്നും തീരൂല. പെട്ടെന്ന് അടിച്ചോടുന്നോ. അടിച്ചു വന്നോ. ബാ പറഞ്ഞോ. ഷെയ്ക്ക് അല്ല റാംബോ. ഇരിക്കടാ മാറി ഇരിക്കടാ. ആരാ സ്വിച്ച് ചെയ്യുന്നേ? അഖിലാണോ സ്വിച്ച് ചെയ്യുന്നേ? നീയാ? നമുക്ക് ചെയ്യാം. മറ്റേതിൽ ആംഗിൾ ഇല്ല. മറ്റേത് വെച്ചിട്ട് കാര്യമില്ല. സെയിം അതിനുള്ള ആംഗിൾ തന്നെ അതിലും വരുന്നത്. ഒന്നെങ്കിൽ അത് വേറെ സ്ഥലത്ത് പോകണം. ഇവിടെയോ പോകണം. ഓക്കെ 3 2 1 ഗോ. പറഞ്ഞോ പെട്ടെന്ന് ഷമീർ അല്ല അല്ല അടുത്ത വാ. 3 2 1. അല്ല പെട്ടെന്ന് ഞാൻ ഒറ്റ ചാൻസിൽ ഞാൻ കണ്ടുപിടിക്കും. മനസ്സിലാവും? ഒറ്റ ചാൻസിൽ ഞാൻ കണ്ടുപിടിക്കും. എടാ അങ്ങനെ റെഡി വാ.
എടാ റാംബോ മെല്ലെ അടിക്കണേ റാംബോ മെല്ലെ അടിക്കണേ കുര്യാക്കോസടാ അല്ല 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 ഷെയ്ക്ക് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുണ്ട് ഈ ഭാഗത്താ ജാസി ഷെയ്ക്ക് റാംബോ ഈ ഭാഗത്തായിരുന്നില്ലേ ശരിക്കും ഈ ഭാഗത്ത് ആരായിരുന്നു ഏതാ പറഞ്ഞു കൊടുക്കരുത് ഞാനാ ഇന്നെ അടിക്കാൻ പോന്നു നീ അതെ ആ ഓക്കെ ഷമീർ നീ റിവേഴ്സ് ഇടാൻ നോക്കിയപ്പോ ഞാൻ ഊനോ റിവേഴ്സ് കാർഡ് ഇറക്കിയടാ എനിക്ക് എന്റെ ട്രിക്കെല്ലാം ഇറക്കാറിയില്ലേ ലെറ്റ്സ് ഗോ ഇല്ല അപ്പുറത്തെ ഭാഗത്തിന് മുന്നേ മാത്രം അടിച്ചാൽ മതി അത് പൊട്ടിയാ പിന്നെയോ സീനാണ് തുളച്ചു കയറും ഇല്ല ഈ ഫോം അല്ലാണ്ട് ഇതിന്റെ ഉള്ളിലുള്ള സീനാ എല്ലാം ഒരു ഫോം ചുറ്റണം ഇത് സീനാവും ചോര വരും ഈ ഫോം ഈ പുറം ഭാഗത്തിനെ കൊണ്ട് അടി കൊണ്ടാ കുഴപ്പമില്ല പക്ഷെ ഇതിപ്പോ കീറിയിട്ട് ഇതിന്റെ ഉള്ളു പുറത്ത് വന്ന് ഈ സാധനം മേത്ത് തട്ടി കഴിഞ്ഞാൽ തുളച്ചു കയറും എടാ ഒരു ഫോം അങ്ങ് ഇതാക്കിയാ വേണ്ട പക്ഷെ എന്റെ പൊന്നു മോനെ ഒന്ന് പറയുന്നത് കേക്കടാ എന്താ ഈ പരിപാടി കാണിക്കണം തുളച്ച് കേറും മോനെ ഇതങ്ങ് ജസ്റ്റ് ഒന്ന് ഇതാക്കുക കുണ്ടനാണ് നിന്റെ ശരിക്കുള്ള പേരെന്താ നജ്മുദ്ദീൻ എന്നല്ലേ അല്ല ശരിക്കും റിയലിന് ഫോമൊന്നോടെ എടുക്കുക കലകളും വേദനകളൊക്കെ ഉണ്ടോ നിക്ക് തരാം ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും കാരണം എനിക്ക് ഇത് മനസ്സിലാവും എനിക്ക് ആളെ ഇതിന്റെ പാട്ട് വെച്ചാലോ നല്ല ബെൽറ്റാ എന്നെ കത്തി എടുത്തിട്ട് ഇടാ വെച്ച് കൊല്ലാടാ മുട്ടത്തൈലം ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത് പിന്നെ അടിക്കാൻ കുറച്ച് ഗിൽഡ് സാധനം വേണ്ട പോലത്തെ സാധനമൊക്കെ ഇതുകൊണ്ട് കണ്ടാ ഷമീറ നിന്റെ നടു പൊളയും ആ ഭാഗം വെച്ച് അടിക്കല്ലേ ഈ ഭാഗം കൊണ്ട് അടിക്കേണ്ടത് ഇതിന് വേണ്ട ഈ ഭാഗം ഉണ്ടാക്കിയത് 3, 2, 1 go പറഞ്ഞോ പെട്ടെന്ന് അല്ല റാംബോ ഇരുന്നോ അല്ലാതെ ഇനിയിപ്പൊ എന്നെ എപ്പോ അടിക്കുന്ന ആളടിക്കല്ലേ ഇവന്മാറ് പറയാ സത്യം പറയാൻ റാംബോ നിന്നെ ഞാൻ അടിക്കാൻ പോവുകയാണേ ഗോ എടാ ഞാൻ കൊടുക്കും അല്ല ശേഖരം കൊണ്ടില്ല ഇനി നല്ല പൊറാന്ന് വായിലൊരു പിപിയും കൂടി വെച്ചു കൊടുത്താലോ PP ആണോ എടാ അങ്ങനെ കളിക്കാം പിപിയും കൂടി വെച്ചു കൊടുക്കും സൗണ്ട് വരുന്ന ആള് വേണ്ടല്ല അത് വേണ്ട ഓക്കെ ഷെയ്ക്ക് നോക്കി ഞാൻ അടിക്കുന്നത് ഷെയ്ക്ക് കണ്ട് അല്ല അല്ല അടുത്ത ഗെയിം ചേഞ്ച് ചെയ്ത് ഇത് പോരാ ഗെയിം ചേഞ്ച് ചെയ്താലോ ഗെയിം ചേഞ്ച് ചെയ്താ ഇല്ല ഈ കളി കഴിഞ്ഞിട്ട് 3, 2, 1 go മുട്ടത്തൈലം വാങ്ങി തരാലോ അല്ല വാ അടിച്ചോ നിന്നെ ഞാൻ ബോറിംഗ് സ്റ്റോപ്പ് നടത്തുന്നുണ്ട് അപ്പൊ സ്റ്റോപ്പ് ചെയ്യാം അല്ല ഇത് കഴിഞ്ഞിട്ട്
റെഡി ഇല്ല ഇതിനുണ്ട് ചേരണമുണ്ട് ഫിലിപ്പ ഒരടി കൊണ്ടിട്ട് പോയാ മതി ഇത്ര അടിച്ചതല്ലേ ഇതോടുകൂടി കളി തരും കേട്ടോ കളി തീർന്നു ആകെ അടുത്ത ഗെയിമർ നല്ല ഗെയിം എന്തെങ്കിലും ഉണ്ടാ അതായത് ഇത് ഓൾറെഡി നമുക്ക് നല്ല ഗെയിമാണ് പിന്നെ അതേപോലെ നമുക്ക് ഈ ബോട്ടിലുള്ളിൽ കോട്ടി വെച്ചിട്ടുള്ള ഒരു ഗെയിം ഉണ്ട് പൊളി സാധനം ബോട്ടലിനുള്ളിൽ കോട്ടി വെച്ചിട്ടോ മറ്റേ ഇത് അതായത് അറബി ഗെയിം അത് അടിപൊളി ഗെയിം ഇപ്പൊ കളിക്കണോ ഇതില്ലേ ഇതിന്റെ ഉള്ളിൽ നമ്മൾ എടാ അടുത്തേല് ഞാൻ പറയട്ടെ അടുത്തേല് ഇത് പ്രോപ്പർ പ്ലാൻ ആക്കണം ഒരാള് ഞാൻ പറയുന്നത് പ്രോപ്പർ പ്ലാൻ ആക്കിയിട്ട് ഹോസ്റ്റ് ചെയ്യണം മനസ്സിലായി ഇതെന്തല്ലോ ലൈവിൻ്റെ ഇടക്കാണ് ഇതിന്റെ പ്ലാനിങ് എല്ലാം നടക്കുന്നത് അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്യാല നോർമൽ സ്ട്രീമിലേക്ക് പോവാം എനിവേസ് ബൈ ഗൈസ് ബൈ സീ യു ഗുഡ് നൈറ്റ് അപ്പൊ കാണാം ലവ് യു ഗൈസ്